ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തേങ്ങ അരച്ച മീൻകറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കുക കേട്ടോ. ഇന്ന് അയിലയാണ് കിട്ടിയത്. അയില നമുക്ക് കറി വെക്കാം. അയില നമുക്ക് വറക്കാനും എടുത്ത് കറി വെക്കാനുള്ളത് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുകയും ചെയ്ത്. അതിന് തേങ്ങ തിരുമിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒരുപാട് ചേർക്കരുത്, അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു നുള്ളി ഞാൻ ഇട്ടെന്നേ ഉള്ളേ. പിന്നെ ഉള്ളി, ഇത് ഇത്രയും വെച്ച് നമ്മൾ നല്ലതായിട്ട് അരച്ചെടുക്കണം. അതിന് വറക്കാനുള്ളത് നമ്മൾ മാറ്റി വെച്ചിരുന്നു. വറക്കുന്നതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, നല്ല തോന ചേർത്ത വെളുത്തുള്ളി പേസ്റ്റ്. കാരണം അയിലയ്ക്ക് ചിലർക്ക് ഗ്യാസ് ഉണ്ടാവും, അതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചട്ടിയിലോട്ട് തക്കാളി, പച്ചമുളക് ഇടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട്, പക്ഷേ നമ്മൾ മാങ്ങ ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റായിട്ടോ. മാങ്ങ ആണ് ഈ തേങ്ങ അരച്ച കറിക്ക് മാങ്ങ ചേർക്കുന്നത് ഒന്ന് നല്ല ടേസ്റ്റാണ്. ഉപ്പും ഇട്ട് അരപ്പും കലക്കി നമ്മൾ അടുപ്പിൽ വെക്കണം. ഈ അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ മീനെടുത്തിടുക. മാങ്ങ അതുകൊണ്ട് പുളി നമ്മൾ ഒരുപാട് ചേർത്തിട്ടില്ല. അയില ആയതുകൊണ്ട് ഒരുപാട് പുളി ചേർക്കുന്നില്ല. ഒരു ശകലം കുടംപുളിയുടെ ഒരല്ലി, ഒരു ശകലം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. മാങ്ങ ഇടുവാണെങ്കിൽ അത് ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ തിളച്ച് കഴിയുന്ന ഉടനെ മീനെടുത്തിടണം. മീനെല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി അത് തിളക്കട്ടെ. പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു മീൻ കറി ആയതിന് ശേഷം നമ്മൾ മീൻകറി നല്ല തിളച്ച് നല്ല പറ്റി നെയ്യെല്ലാം മറ്റേ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉലുവായും നമ്മുടെ കൊച്ചുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ വേണമെങ്കിൽ ഒരല്ലി വെളുത്തുള്ളി ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. അതെല്ലാം കൂടെ വറുത്ത് ഈ മീൻ കറിക്കകത്തോട്ട് ചേർത്ത് കുറച്ച് നേരം അടച്ച് വെക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ആ മണം ഇറങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ നേരം നമ്മൾ ഇളക്കി എടുത്താൽ മതി. ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഇത്രയും സാധനങ്ങൾ കിട്ടിയുള്ളൂ, ബാക്കി തീർന്നു പോയി. അങ്ങനെയുണ്ട് നമ്മുടെ മീൻകറി. തേങ്ങ അരച്ച് ഇനി കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതാണ് അതിൻ്റെ ഒരു രുചി കേട്ടോ. മറ്റേ നമ്മൾ ചുമ്മാ തേങ്ങ അരച്ച് വെക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ കടുക് വറുത്ത് ഇങ്ങനെ ഈ ഉലുവയൊക്കെ വറുത്തിടുന്നതിന് പ്രത്യേക ഒരു രുചിയാട്ടോ. ഇനി ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.